അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ ശ്രീനഗറിലാണ് കേട്ടോ. ശ്രീനഗറിലത്തെ ലോക്കലായിട്ടുള്ള സ്ഥലങ്ങളൊക്കെ കാണാൻ വേണ്ടി ഇറങ്ങുകയാണ്. ഇവിടെ അടുത്ത് തന്നെ കുറേ സ്ഥലങ്ങളുണ്ട്. പരീമഹൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലമുണ്ട്, നിഷാദ് ഗാർഡൻ ഉണ്ട്, തുലീപ് ഗാർഡൻ ഉണ്ട്, അങ്ങനെ കുറേ സ്ഥലങ്ങളുണ്ട്. അപ്പം ഇവിടെ ഈ ഒരു ശ്രീനഗർ ടൗൺ ഏരിയയിലുള്ള കുറേ കാര്യങ്ങളും മാർക്കറ്റും പരിസരങ്ങളും ഒക്കെയാണ് ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത്. അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കുക, നോട്ടിഫിക്കേഷൻസ് ഓൺ ചെയ്തേക്കുക, സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ഓൾ ഇന്ത്യ നേപ്പാൾ ഭൂട്ടാൻ യാത്രയിലാണ്, 8ാമത്തെ മാസമാണ്, 8 മാസമായിട്ട് യാത്രയിലാണ്. അപ്പോൾ ഇനി എങ്ങോട്ടേക്ക് ഇടുന്ന വീഡിയോസെങ്കിലും കണ്ട് സപ്പോർട്ട് ചെയ്യുക. ഇപ്പോൾ ശ്രീനഗറിൽ നമ്മളുടെ ഹോം സ്റ്റേയിലാണ് നിൽക്കുന്നത്. ഞാനിപ്പോൾ ഇന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഇവിടെ അടുത്ത് തന്നെയാണ് ഈ കാണുന്നത്. ഞാൻ ഈ നേരത്തെ പറഞ്ഞ സ്ഥലങ്ങളെല്ലാം ഇവിടെ അടുത്തടുത്ത് തന്നെയാണ്. ഒരു 10-15 കിലോമീറ്ററിനുള്ളിൽ നമുക്ക് കവർ ചെയ്ത് വരാൻ പറ്റുന്ന സ്ഥലങ്ങളാണ് എല്ലാം. ഞാൻ ഒറ്റക്കല്ല കേട്ടോ, എനിക്കൊരു കമ്പനി ഇട്ടിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി കഴിഞ്ഞ വീഡിയോയിൽ ഗുൽമാർഗിൻ്റെ വീഡിയോയിൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആശിഷ് എന്നൊരു ബ്രോ ഉണ്ട്, അവനോട് കൂടെ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചുണ്ട് ഇറങ്ങാൻ പോകുന്നത്. അപ്പോൾ ഇതെല്ലാം പോയേക്കാം. നമ്മളിത് രാവിലത്തെ ഫുഡ് ഇതാണ് കേട്ടോ, ചിക്കൻ കണ്ടി. അപ്പോൾ സുഹൃത്തുക്കളെ, ഈ റോഡെന്ന് പറയുന്നത് ദാൽഗേറ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന റോഡാണ്. ദാൽഗേറ്റ് എന്ന് പറയുന്നത് ആ ഒരു മെയിൻ ജംഗ്ഷനാണ് കേട്ടോ. അപ്പോൾ ഇത് ദാൽ ലേക്കിൻ്റെ ഫ്രണ്ട് സൈഡാണിത്. അപ്പോൾ ഈ ഒരു സ്ഥലത്താണ് എപ്പോഴും ക്രൗഡും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. പക്ഷെ നമ്മൾ സ്റ്റേ ചെയ്യുന്നത് ദാൽ ലേക്കിൻ്റെ ബാക്ക് സൈഡിലാണ്. അവിടെ തിരക്ക് കാര്യങ്ങളൊക്കെ കുറച്ച് കുറവായിരിക്കും. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബോട്ടിങ് ചെയ്യാനുള്ള ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഏറ്റവും ചീപ്പസ്റ്റ് ആയിട്ടുള്ള റേറ്റ് തൊട്ട് ഏറ്റവും എന്താ പറയുക, നമ്മളെ പറ്റിക്കാൻ വേണ്ടി നിൽക്കുന്ന കുറേ ആളുകളുണ്ടെന്നുള്ളത് ഓർമ്മ വേണം. അപ്പോൾ അതുകൊണ്ട് തന്നെ പല റേറ്റിലായിരിക്കും നിങ്ങൾക്ക് ബോട്ടിങ് അവർ ഓഫർ ചെയ്യുന്നത്. അപ്പോൾ ഞാനും വേറൊരു ബ്രോയും കൂടി ഓൾറെഡി ബോട്ടിങ്ങിന് പോയായിരുന്നു. നമുക്ക് ഷിക്കാര റൈഡിന് 200 രൂപയാണ് പെർ ഹെഡ് ആയത്. ഞങ്ങൾ 2 പേർക്ക് 400 രൂപയായി. 2 മണിക്കൂറോളം ഉള്ള ഒരു ബോട്ടിങ്ങും ആയിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ ബാർഗെയിൻ ചെയ്യാനൊക്കെ പോവുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം പോക്കറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള റേറ്റിൽ ഷിക്കാര റൈഡും കാര്യങ്ങളൊക്കെ സെറ്റ് ആവും. ഇവിടെ ഒരുപാട് ടീമുകൾ ഷിക്കാര റൈഡുകൾ നടത്തുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരെണ്ണം നമുക്ക് പറ്റാത്തതാണെങ്കിൽ നമുക്ക് പറ്റുന്ന ഒരുപാട് ഓപ്ഷനുകൾ വേറെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നോക്കിയാൽ മതി. അപ്പോൾ ആ ഒരു ഷിക്കാര റൈഡ് ഒരു അടിപൊളി ഫീൽ തന്നെയാണ്. അത് മാത്രമല്ല, ഈ ഒരു ലേക്കിൻ്റെ നടുക്കൊക്കെ സ്ഥിതി ചെയ്യുന്ന ഒരുപാട് വീടുകളുണ്ട്, കടകളുണ്ട്, ടെക്സ്റ്റൈൽ ഷോപ്പുകളുണ്ട്. അതെല്ലാം ഈ ഒരു ലേക്കിൻ്റെ നടുക്കൊക്കെ ആയിട്ട് പല സ്ഥലങ്ങളിലായിട്ടുണ്ട്. സോ ബേസിക്കലി ഒരു വില്ലേജ് തന്നെ ഈ ഒരു ലേക്കിൻ്റെ നടുക്കുണ്ട്. അപ്പോൾ ആ ഒരു വില്ലേജിന് ഇടയിലൂടെയൊക്കെ പോകാനുള്ള ചാൻസും കാര്യങ്ങളൊക്കെ കിട്ടും ഷിക്കാര റൈഡ് എടുക്കുകയാണെങ്കിൽ. അപ്പോൾ ഈ ഒരു റോഡ് നേരെ പോയി കഴിഞ്ഞാൽ ഒരുപാട് ടൂറിസ്റ്റ് സ്പോട്ടുകളുണ്ട്. അതിൽ പരീമഹൽ, തുലീപ് ഗാർഡൻ, അതുപോലെ തന്നെ ഒരു ശങ്കരാചാര്യ ടെമ്പിൾ ഉണ്ട്. പിന്നെ കുറേ ഗാർഡനുകളുണ്ട്. മെയിനായിട്ട് നിഷാദ് ബാഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലമുണ്ട്. അപ്പോൾ അങ്ങനെ ഒരുപാട് സ്പോട്ടുകൾ ഈ ഒരു റോഡിൽ തന്നെ ഉണ്ട്. അപ്പോൾ ഒരു ഫുൾ ഡേ കൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു സ്ഥലങ്ങളൊക്കെ കവർ ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മളതിൽ കുറച്ച് സ്ഥലങ്ങൾ ഈ ഒരു വീഡിയോയിൽ കവർ ചെയ്യുന്നതായിരിക്കും. ബാക്കി സ്ഥലങ്ങൾ നമ്മൾ അടുത്ത വീഡിയോയിൽ കവർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഗൈസ്, നമ്മളിത് ആദ്യത്തെ സ്പോട്ടായിട്ടുള്ള മുഗൾ ഗാർഡൻസ് എത്തിയേക്കാണ് കേട്ടോ. ഇവിടെ 30 രൂപയുടെ എൻട്രൻസ് ടിക്കറ്റ് ഉണ്ട്. വണ്ടികളൊക്കെ താഴെ പാർക്ക് ചെയ്യാനുള്ള സ്ഥലമുണ്ട്. ആ ഒരു ഗാർഡനിൽ കയറി വരുന്ന ഭാഗമാണ്. നമുക്ക് ഇവിടുന്ന് വെള്ളയൊക്കെ വേണ്ട. ഇതാണ് ഒരു ഗാർഡൻ. ഇവിടെ ഒരു സ്പ്രിങ് ഉണ്ട്, ഒരു ചെറിയ അരുവിയുണ്ട്. ഇവിടെ ആളുകളൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഈ ഒരു മുഗൾ ഗാർഡൻ എന്ന് പറയുന്ന ഒരു പക്ക ഫാമിലി സ്പോട്ടാണ് കേട്ടോ. നമുക്ക് ഫാമിലി ആയിട്ടും കപ്പിൾസൊക്കെ ആയിട്ട് വന്ന് ഇരിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളാണ്. പിന്നെ ഇതുപോലത്തെ നല്ല ചെടികളും മരങ്ങളും ഒക്കെ ആയിട്ട് ഒരു ഗ്രീനറി ഉണ്ട് മൊത്തത്തിൽ. ഇവിടുന്ന് ഒരു കുറച്ച് 2 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ പരീമഹൽ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥലമുണ്ട്. നമ്മൾ അങ്ങോട്ടേക്കാണ് അടുത്ത് പോകാൻ പോകുന്നത്. ഇവിടുന്ന് ഇറങ്ങിയേക്കാം. അപ്പോൾ സുഹൃത്തുക്കൾ, നമ്മളിത് മുഗൾ ഗാർഡനിൽ നിന്ന് അടുത്ത സ്പോട്ടിലെത്തി കേട്ടോ. ഇതാണ് പരീമഹൽ. ഇവിടെ ടിക്കറ്റ് എടുക്കണം. 24 രൂപയാണ് ഒരാൾക്കുള്ള ടിക്കറ്റ് കേട്ടോ. അപ്പോൾ സുഹൃത്തുക്കളെ, ഇതാണ് കേട്ടോ പരീമഹൽ. നമ്മളിത് അകത്തേക്ക് കയറി. ഇവിടെ താഴേക്ക് നല്ല വ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ നിന്നൊക്കെ അടിപൊളി വ്യൂ ഉണ്ട്. നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. ഇവിടെ ഈ വഴി കയറാം. കണ്ടോ, കാശ്മീരി ഡ്രസ്സ് ഇട്ടിട്ട് പിക്ക് എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഒരു പരീമഹൽ. ഇതാണ് അതിൻ്റെ ഒരു ടോപ്പ് ഭാഗം. ഇനിയുണ്ടോ മുകളിലേക്ക്? ഇവിടെ നോക്കിക്കാൻ നല്ലൊരു അടിപൊളി വ്യൂ കിട്ടുന്ന സ്പോട്ടാണ് കേട്ടോ. ഇതാണ് ആ ഒരു ഗാർഡൻ. അത്യാവശ്യം ഒരു വൈബും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങളിത് ഇവിടെ റെസ്റ്റിലാണ്, കുറേ നേരം ഇരിക്കുകയാണ്. നമുക്കിനി അടുത്ത സ്പോട്ടിലേക്ക് പോട്ടോ. അടുത്ത സ്പോട്ട് എത്തിയിട്ടാണ്. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മളിത് അടുത്ത സ്ഥലത്തേക്ക് എത്തി കേട്ടോ. ഇത് തുലീപ് ഗാർഡനിലാണ്. അവൻ്റെ മറ്റേ ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ ഒരു സാധനം വാങ്ങിച്ചു 150 രൂപ കാശിക്കെടുത്ത് വീശി. എന്ത് സാധനമാണെന്ന് എനിക്കറിയാൻ പാടില്ല. ഇതാണ് ആ ഒരു ഗാർഡൻ. ഇവിടെ 30 രൂപയാണ് എൻട്രൻസ് ടിക്കറ്റ്. അപ്പോൾ ഇതാണ് ആ ഒരു ഗാർഡൻ കേട്ടോ. നല്ലൊരു ഇരിക്കാനൊക്കെ പറ്റിയ സ്പോട്ടാണ് കേട്ടോ. നമ്മുടെ ഇപ്പം 4ാമത്തെ എങ്ങാണ്ട് ഗാർഡനാണ്. ഓരോ ഗാർഡനിൽ നിന്നും അടുത്ത ഗാർഡനിലേക്കാണ് നടക്കുന്നത് മൊത്തം. എല്ലാം ഒരു കൈൻഡ് ഓഫ് ഫാമിലി വൈബ് സ്ഥലങ്ങളാണ്. ഫാമിലിയായിട്ടും കപ്പിൾസായിട്ടും ഫ്രണ്ട്സായിട്ടൊക്കെ വന്നിരുന്ന് സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങളാണ്. പക്ഷെ നിങ്ങൾ ഒരു ഡേ ഇതെല്ലാം കൂടി കവർ ചെയ്ത് കഴിഞ്ഞാൽ എല്ലായിടത്തും ചെല്ലുമ്പോൾ ഏകദേശം ഒരേ കാഴ്ചകളൊക്കെ തന്നെ ആയിരിക്കും കാണുന്നത്. ഇതൊക്കെ എന്ത് മരമാണെന്നൊന്നും എനിക്കറിയാവുന്നതല്ല കേട്ടോ. പക്ഷേ ഒരു ഭംഗിയുണ്ട് കാണാനായിട്ട്.
ഗൈസ് നമുക്കിവിടെ കുറച്ച് സുഹൃത്തുക്കളെ കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഇടിയാണ് കേട്ടോ രണ്ടുകൂടി നടാ പ്രാവേ എന്നാ. അപ്പോൾ നമ്മൾ അടുത്ത സ്പോട്ടിലേക്ക് വന്നിട്ടോ. ഇത് ഒരു ടെമ്പിളാണ്, ഇവിടുത്തെ ശ്രീനഗറിലത്തെ ഫേമസ് ആയിട്ടുള്ള ശങ്കരാചാര്യ ടെമ്പിളാണ് കേട്ടോ. ഇങ്ങോട്ടേക്ക് കുറച്ച് കയറാനുണ്ട്, അറൗണ്ട് ഒരു 200 സ്റ്റെപ്സ് മുകളിലേക്ക് കയറാനുണ്ട്. ഇതേ നമ്മൾ ടെമ്പിൾ എത്തിട്ടോ. കുറച്ച് കയറാണ്, ഒരു അറൗണ്ട് ഒരു 100-200 മീറ്റർ പോകാനുണ്ട്. ഇതാണ് ആ ഒരു ടെമ്പിൾ. ഓക്കെ, ഇവിടെയാണ് ആ ഒരു ടെമ്പിൾ കേട്ടോ, മുകളിൽ ഇതാണ് ആ ഒരു പഴയ ടെമ്പിൾ വരുന്നത് കേട്ടോ. ഇപ്പോൾ ഇതാ ഒരു ശങ്കരാചാര്യ ടെമ്പിളിൻ്റെ മുകളിൽ നിന്നുള്ളൊരു വ്യൂ ആണ് കേട്ടോ. താഴെ നമ്മുടെ ശ്രീനഗർ ആ ഒരു സിറ്റി ഏരിയ മുഴുവൻ ദുബൈയിൽ നിന്നുള്ളൊരു എന്താ പറയുക വ്യൂ കാണുന്നുണ്ട്. അതൊക്കെ ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മളിത് ഈ ഒരു ടെമ്പിളിൽ നിന്ന് താഴേക്ക് ഇറങ്ങാൻ കേട്ടോ. ഇതാണ് ആ ഒരു ടെമ്പിൾ വരുന്നത്. ഇവിടെ മെയിൻ്റനൻസ് വർക്ക് നടക്കാമെന്ന് തോന്നുന്നു കേട്ടോ കണ്ടിട്ട്. അപ്പോഴത്തേക്ക് നമ്മളിവിടെ വെച്ച് പരിചയപ്പെട്ടൊരു ഫാമിലിയാണ് കേട്ടോ. ഹായ്, വേറെ ഗൈസ് ഫ്രം പൂനെ, മഹാരാഷ്ട്ര. അതുകൊണ്ട് മഹാരാഷ്ട്ര എന്നുള്ളൊരു ഫാമിലിയാണ്. എനിവേ നൈസ് ടു മീറ്റ്. ഞങ്ങൾ കുറേ നേരമായിട്ട് സംസാരിച്ചൊക്കെ ആയിരുന്നു. താങ്ക് യു സോ മച്ച്. നൈസ് ടു മീറ്റ് യു. താങ്ക് യു. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ ശങ്കരാചാര്യ ടെമ്പിളിലൊക്കെ പോയിട്ട് ഇന്നിപ്പോൾ പിറ്റേ ദിവസമാണ് ഞാൻ ഈ വീഡിയോയുടെ ബാക്കി എടുക്കുന്നത്. ഞാൻ എങ്ങും പോയില്ലായിരുന്നു, എനിക്ക് കുറച്ച് അലക്കലും പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു, കുറച്ച് റെസ്റ്റ് കാര്യങ്ങളൊക്കെ വേണമായിരുന്നു. കുറേ ദിവസമായിട്ട് കണ്ടിന്യൂസ്ലി ട്രാവലിംഗ് ആയതുകൊണ്ട് തന്നെ. അപ്പം ഒരു ചെറിയ ബ്രേക്ക് എടുത്തിട്ട് റൂമിൽ തന്നെ നിന്നു. ഇന്നിപ്പോൾ വൈകുന്നേരം ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ്. നമ്മൾ ചുമ്മാ ഒരു വാക്കിന് ഇറങ്ങിയതാണ്. നമ്മൾ അമൃത്സറിൽ വെച്ചിട്ട് പരിചയപ്പെട്ട ഒരു ചിക്കാഗോയിൽ നിന്ന് വന്ന ഒരു ഫോറിനറുണ്ട്, അവരുടെ പേര് കാർലി എന്നാണ്. അപ്പോൾ അവരിവിടെ ഉണ്ട്, ശ്രീനഗറിലുണ്ട്. അപ്പോൾ എന്നോട് ഇവിടെ ഉണ്ട് കാണാമെന്നൊക്കെ പറഞ്ഞായിരുന്നു. അപ്പോൾ അവരിപ്പോൾ ഇവിടെ ദാൽ ലേക്കിൻ്റെ ചുറ്റും തെന്നി നടക്കുന്നുണ്ട്. ഞാനവിടെ മീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതായാലും നമുക്ക് അവരെ ഒന്ന് കാണാൻ എന്തായാലും പോയിട്ട്. ഇത് ദാൽ ലേക്കിൻ്റെ ബാക്ക് സൈഡാണ് കേട്ടോ. ഇത് ആക്ച്വലി ദാൽ ലേക്കിൻ്റെ ഫ്രണ്ട് സൈഡ് അല്ല, ദാൽ ലേക്കിൻ്റെ ബാക്ക് സൈഡാണ്. നമ്മളിവിടെയാണ് സ്റ്റേ ചെയ്യുന്നത്. ഹായ്, അപ്പോൾ ഇതാണ് എൻ്റെ ഫ്രണ്ട്. എനിക്ക് അമൃത്സറിൽ വെച്ചിട്ട് കിട്ടിയതാണ്. ഹായ് കാർലി. ഷീസ് എ വെരി എനർജറ്റിക് പേഴ്സൺ. ഭയങ്കര എനർജിയുള്ള പേഴ്സണാണ്. നമ്മുടെ കേരളമായിട്ട് ഭയങ്കര കണക്റ്റഡാണ്. കേരളത്തിലൊക്കെ നിന്ന് നമ്മളെ മലയാളികളായിട്ടൊക്കെ ഭയങ്കര. എൻ്റെ പേര് കാർലി. ഞാൻ ബീച്ചിലാണ് താമസിക്കുന്നത്. കണ്ട മലയാളമൊക്കെ പറയും ആള് നന്നായിട്ടൊന്നല്ല, അത്യാവശ്യം മലയാളമൊക്കെ പറയും. നന്ദി കേട്ട. ഞങ്ങളിത് ഇവിടെ റോഡ് സൈഡിലുള്ളൊരു പാർക്കിലിരിക്കുകയാണ്. ഇവിടുത്തെ കാറിലേക്ക് കുറച്ച് പട്ടികളെ കിട്ടിയിട്ടുണ്ട്. അതുങ്ങൾക്ക് ചിപ്സൊക്കെ കൊടുത്ത് ഇരിക്കുകയാണ്. ഇവിടെ പിള്ളേരിത് ക്രിക്കറ്റ് കളിക്കുന്നുണ്ട്. നമ്മളിത് ഇവിടെ ഒരു പാർക്കിലാണ് കേട്ടോ. അപ്പോൾ നമ്മളിത് ഇവിടെ ഒരു കടയിൽ കയറിയൊക്കെയാണ്. മേക്ക് യൂട്യൂബറെ കേരള സേയ. നമ്മളിത് ഇവിടെ ഒരു കടയിൽ കയറിയൊക്കെയാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം ഫുഡ് കഴിച്ചതിൻ്റെ തൊട്ടിപ്പുറത്തുള്ളതാണ്, സെയിം കടയല്ല, തൊട്ടിപ്പുറത്തുള്ള കടയാണ്. ഞാൻ്റെ ഒരു ബീഫ് ടിക്കൻ പറഞ്ഞു, ഒരു ചിക്കനും പറഞ്ഞു. അല്ലാണ്ട് കാർലി കേട്ട് പുള്ളിക്കാരി സ്ട്രീറ്റ് ഫുഡ്സ് ഇതുവരെ കഴിച്ചിട്ടില്ല, പക്ഷെ ഇന്ന് ഞാൻ കഴിപ്പിക്കും. നമ്മൾ ചിക്കനും ബീഫും വന്നിട്ടുണ്ട്. കാർലി ചിക്കൻ ട്രൈ ചെയ്യാൻ പോവാണ്. That is the first reaction. Okay, this is good. See, I already told you it's good. Wow. I'm gonna eat street food every day for the rest of my life. കഴിക്കില്ല എന്നും പറഞ്ഞിരുന്ന ആളാണ് കേട്ടോ. ഇപ്പം ഇഷ്ടപ്പെട്ടു. How is it? അപ്പോൾ ഗൈസ്, നമ്മളിത് ഈ ഒരു സ്ട്രീറ്റിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തേരാപ്പാര അടക്കുകയാണ്. സ്ട്രീറ്റ് ഫുഡ്സ് ഇഷ്ടമല്ലാത്ത കാർലി സ്ട്രീറ്റ് ഫുഡ്സ് തിന്നു തുടങ്ങി. ഇപ്പോഴത്തെ അടുത്ത സ്ഥലം ട്രൈ ചെയ്യാണ്. ഇത് നമ്മുടെ തേങ്ങയുടെ ഒരു കോക്കനട്ടിൻ്റെ ഒരു കുക്കിയാണ് കേട്ടോ. ഹൗ ഇസ് ദിസ് കോക്കനട്ട് കുക്കി? The best in the world. My favorite. പുള്ളിക്കാരിക്ക് അത് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. നമ്മളിവിടെ ഒരു ചായക്കട കയറിയാണ്. ടൈം ഇപ്പോൾ ഒരു 7 മണിയൊക്കെ ആയിട്ടുണ്ട്, 7 മണി 7:30 ആയിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഒന്നും ഇരുട്ടാവത്തില്ല. 7:30-8 മണി വരെയൊക്കെ നല്ല വെട്ടമുണ്ടാവും. ഇതുണ്ടോ, സമയം ഒരു 7:30-ത്തെ വെട്ടമാണ് നിങ്ങൾ കാണുന്നത്. നമ്മളിത് ചായ പറഞ്ഞതാണ് കേട്ടോ. ആക്ച്വലി കാശ്മീരി ടൈപ്പ് ചായ അടിപൊളിയാണ് കേട്ടോ.
എനിക്ക് ഇവിടുത്തെ ഒരു സ്റ്റൈൽ ചായ ഭയങ്കര ഇഷ്ടപ്പെട്ടു. നമ്മൾ ഇവിടുന്ന് ട്രൈ ചെയ്ത കാശ്മീരിൽ നിന്ന് ട്രൈ ചെയ്ത ചായകളൊക്കെ അടിപൊളിയാണ്. ഇവർ പട്ടയും ഏലക്കൊക്കെ നന്നായിട്ടിടും, പട്ട നന്നായിട്ടിടും. പട്ടയുടെ ടേസ്റ്റ് ഭയങ്കരമാണ്. അപ്പോൾ ഞാനും കേരളയും കൂടി തിരിച്ച് നമ്മളുടെ കേരളയിൽ സ്റ്റേ ചെയ്യുന്ന ഹൗസ് ബോട്ടിന് അങ്ങോട്ടേക്ക് വന്നേക്കാൻ കേട്ടോ. ഞാൻ കേരളത്തിൽ ഒരു കമ്പനി എടുക്കാണ്ട് വന്നതാണ്. So how was the experience? Street food? Awesome. Street food, yeah. പുള്ളിക്കാരി നല്ല ഓണായിട്ട് നിൽക്കുകയാണ് കേട്ടോ. ഭയങ്കര എക്സൈറ്റഡ് ആണ്, ഭയങ്കര സന്തോഷമൊക്കെ ആയിട്ടിരിക്കുകയാണ്. അപ്പം ഞാൻ എന്തായാലും ആളെ ഇവിടെ കൊണ്ട് ആക്കിയിട്ട് ഞാൻ തിരിച്ചെന്തായാലും നടക്കും. ഇവിടെ ഡബിൾ ഡെക്കർ ബസ്സസ് ഉണ്ട്. അതായത് നമ്മൾ ഇവിടുത്തെ ദാൽ ലേക്കിന് ചുറ്റും കറങ്ങുന്ന ബസ്സുകളാണ് കേട്ടോ. ഇതിന് 100 രൂപയാണ് കേട്ടോ. ഈ കാണുന്നത് ആ ഡബിൾ ഡെക്കർ ബസ്സാണ്. പിന്നെ മുകളിലിരിക്കുന്ന ആളുകളൊക്കെ ടൂറിസ്റ്റുകളാണ്. അവരിവിടെ കറങ്ങാൻ വേണ്ടിയിട്ട് എടുത്തേക്കാണ്. ഇതാണ് ഇവിടുന്നാണ് കേരളയുടെ ഹൗസ് ബോട്ടൊക്കെ ഉള്ളത്. Yes, that's my houseboat. Okay. Bye. Awesome company, man. Thank you. അപ്പോൾ ഗുയ്സ് നമ്മളിതേ ഇന്ന് ദാലിലേക്ക് ഒരു ശിക്കാറായിട്ടൊക്കെ നടത്തിയായിരുന്നു. എല്ലാം കഴിഞ്ഞിട്ട് ഒന്ന് പുറത്തേക്ക് നടക്കാണ്ടിരിക്കുകയാണ്. നമ്മുടെ റൂമിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആശിഷ് നിങ്ങളെല്ലാവരും വീട്ടിൽ കണ്ടിട്ടുണ്ടാവും. നമ്മളൊരു 2 ചേട്ടന്മാരുണ്ട്. ആ ചേട്ടാ, ഇത് നമ്മുടെ രത്നേഷ് ചേട്ടൻ, അത് നമ്മുടെ രൂപേഷ് ചേട്ടൻ. ഇത് ഞങ്ങൾ 4 പേര് ദിവനുണ്ട്. പറ്റിയില്ല ദീ. അപ്പോൾ ഞങ്ങൾ 4 പേര് ഒരുമിച്ചാണ്. ഞങ്ങൾ കഴിഞ്ഞൊരു 4 ദിവസമായിട്ട് റൂമിൽ ഒരുമിച്ചാണ്. എന്തായാലും ഞങ്ങൾ നടക്കാറിറങ്ങിയേക്കാം. നിങ്ങൾ കോഴിക്കോടാണ് കേട്ടോ. 2 പേരും കോഴിക്കോടാണ് സ്ഥലം. എന്തായാലും പോയേക്കാം. ഇവിടെ ഇപ്പോൾ ഒരു മഴ പെയ്തത് കൊണ്ട് ചെറിയൊരു തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഭയങ്കര തണുപ്പല്ല, ചെറിയ തണുപ്പുണ്ട്. ഇപ്പോൾ അടുത്തൊരു ലാൽ ചൗക്ക് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. നമ്മൾ അങ്ങോട്ടേക്കാണ് ഇപ്പോൾ നടക്കുന്നത്. അവിടെ ഒരു മാർക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫ്രൈഡേ മാർക്കറ്റൊക്കെ ഓപ്പണാണ്. അപ്പോൾ അതുകൊണ്ട് ചുമ്മാ എന്തെങ്കിലും വീടെടുക്കാനുള്ള ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഒന്ന് ഇറങ്ങിയാണ്. ഇതിപ്പോൾ സമയം ഇപ്പോൾ ഏകദേശം ഒരു 7:30 8 മണിയൊക്കെ ആയിട്ടുണ്ട്. പക്ഷേ ലൈറ്റ് നോക്കിക്കുക, നല്ല വെട്ടമുണ്ട് കേട്ടോ. ഇവിടെ 7:30ക്കും രാത്രി നല്ല വെട്ടമാണ് ഇവിടെ. നമ്മളത് ഇവിടെ ഷെയർ ഓട്ടോയിൽ കയറിയേക്കാനുണ്ടോ. അപ്പോൾ നമ്മളിത് ഇവിടെ ഗന്ധാഗർ എന്ന് പറഞ്ഞൊരു സ്ഥലത്തു നിന്ന് ഇറങ്ങിയിട്ട് ഇവിടെ ഒരു എന്താ പറയുക, നമ്മുടെ ഒരു ക്ലോക്ക് ടവറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു സ്ട്രീറ്റാണ്. ഇവിടുന്ന് അങ്ങോട്ടേക്കുള്ള ഭാഗങ്ങളൊക്കെ മാർക്കറ്റ് ഏരിയകളാണ്. കുറേ സ്ഥലങ്ങൾ കാണാനുണ്ട്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ ഓട്ടോയിൽ വന്ന് ഇറങ്ങി കേട്ടോ. ഇവിടെയൊക്കെ ഓട്ടോക്കാരൊക്കെ കുറേ ഉണ്ട്. ആ ഒരു സ്ഥലം. ഞങ്ങളിവിടെ ദാൽഗേറ്റിൻ്റെ അവിടുന്ന് ഷെയർ ടാക്സിയിൽ ഇങ്ങോട്ടേക്ക് വന്നത്. ഇവന്മാർ ഉടായ്പകളാണ് കേട്ടോ. നമ്മൾ ശരിക്കും അവിടുന്ന് ഇവിടുമാരെ കുറച്ച് മുമ്പേ ആശിഷ് വന്നപ്പോൾ അവൻ 20 രൂപയാണ് ഒരാൾക്കായത്. ഇപ്പോൾ അവൻ 4 പേര് വന്നതിന് 150 രൂപ ആണെന്ന്. എന്നിട്ട് 100 രൂപ കൊടുത്ത് കിട്ടും. ശരിക്കും 80 രൂപ ഉള്ളൂ, 20 രൂപയൊക്കെ ആവത്തുള്ളൂ. 20 10 ഇവിടുത്തെ ആൾക്കാർ 10ഒക്കെ കൊടുക്കുന്നത് എനിക്ക് തോന്നുന്നത്. പക്ഷേ എന്തെങ്കിലും ആവട്ടെ, കൊടുത്ത് ശരിക്കും പുറത്ത് നമ്മൾ കേരളത്തിൽ നിന്നാണെന്നൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് പിന്നെ റേറ്റ് അങ്ങ് ഡബിളാണ്. പിന്നെ പുറത്ത് കാശ്മീരിൻ്റെ പുറത്തുനിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എല്ലാത്തിനും റേറ്റ് ഡബിളാണ്. അപ്പോൾ ഇതാണ് ആ ഒരു ഗന്ധാഗർ എന്ന് പറഞ്ഞ ആ ഒരു ക്ലോക്ക് ടവർ കേട്ടോ. നല്ല ഭംഗിയുള്ളൊരു ക്ലോക്ക് ടവറാണ്. അത്യാവശ്യം കാണാനൊക്കെ രസമുണ്ട്. ഇവിടെ കുറേ ടൂറിസ്റ്റുകൾ ഇരിപ്പുണ്ട് ഓൾറെഡി. മുകളിൽ നമ്മുടെ ഫ്ലാഗൊക്കെ ഉണ്ട്. ഇവിടുത്തെ ഒരു തിരക്ക് പറയാനുണ്ടോ. ഇവിടുന്ന് അങ്ങോട്ടേക്ക് മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്യാനുണ്ടോ. ഇവിടുത്തെ ഒരു മാർക്കറ്റ് ഏരിയ ആണ് കേട്ടോ. നമ്മളൊരു മാർക്കറ്റിൻ്റെ ഉള്ളിലേക്ക് കയറുകയാണ്. ക്ലോത്ത് ഐറ്റംസ് ഒക്കെ നോക്കി. ഈ ഡ്രസ്സിനൊക്കെ 400 ഉണ്ട് പറഞ്ഞത്. ഇവിടെ ഷൂസ് ഉണ്ട്. സെറ്റാടാ. ആഹാ, ഹോട്ടലിൻ്റെ ഒക്കെ ഫ്രണ്ടിൽ ഒരു കുന്തൊക്കെ ഉണ്ടെങ്കിൽ സെറ്റ്. എത്ര റേറ്റ് എത്രയാണ്? 250 രൂപ. ഇത് 200 250 ഒക്കെ റേറ്റ് വരും ഈ സാധനത്തിന്. സ്പെഷ്യലി 100 രൂപ കിട്ടായിരിക്കും. ഇതാകുമ്പോൾ വെച്ചേക്കണം ഉപയോഗിക്കേ ആ സാധനം കാണാനായിട്ട്. ഇവിടുത്തെ ഡ്രൈ ഫ്രൂട്ട്സ് ആണ് കേട്ടോ. അതിൽ നമ്മുടെ സ്ട്രോബെറി ഒക്കെ ഡ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. പൈനാപ്പിൾ ഇരിക്കണൊക്കെ ഈ ഒരു സെക്ഷനിൽ ഫുള്ള് ഡ്രൈ ഫ്രൂട്ട്സ് ആണ്. ഞാൻ എന്താ ഇവിടുത്തെ ഒരു തൊപ്പി വെച്ചേക്കണൊക്കെ. ഇത് ഇവൻ ഇവിടെ വാങ്ങിച്ചാണ് കേട്ടോ. ആശിഷ് വാങ്ങിച്ചാണ്. എത്ര ഡേ? 200 രൂപ. എൻ്റെ എല്ലാം ചെറുതാണ് ഇത് ആക്ച്വലി.
നമ്മളിത് എടുത്തൊരു ഫിഷിൻ്റെ കടയിൽ കയറിയാണ് കേട്ടോ. ഇത് മീനാണ്. എൻ്റെ മീനിൻ്റെ പേരെന്താ ഒരു പറഞ്ഞ മല്ലി 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 എന്ന് പറഞ്ഞൊരു മീനാണ്. 1/4 കിലോ 250 ഗ്രാമിന് 100 രൂപ പറഞ്ഞു. 107 രൂപ. ഫ്രൈ ബട ആശിഷാ എങ്ങനെയുണ്ട് സാധനം ചേട്ടാ? എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. അവരുടെ പോയി അവിടെ എവിടെ ഇരുന്നില്ല. 1623 പണി കഴിപ്പിച്ചൊരു പള്ളിയാണ്. ഹരിപർവ്വത് ഫോർട്ടിന്റെ ഏറ്റവും മുകളിൽ നിന്നുള്ള ഞങ്ങൾ 2 കുഞ്ഞുങ്ങൾ ഐസ്ക്രീം തിന്നുന്നു. ഇത് കാശ്മീരി റൊട്ടി എന്ന് പറഞ്ഞിട്ടുള്ള പീസ്. ഒരു റൊട്ടിയിലൊന്നും നിക്കത്തില്ല ചെക്കന്മാർ. നമ്മൾ സ്റ്റേ ചെയ്ത റൂം ഇതാണ് കേട്ടോ. ഹൊജിലോബാസിലൊക്കെ ഇപ്പം മൈനസ് ഇത്രയും കണ്ടാണ്. എന്താ ചെയ്യുക എന്നുള്ളതാണ് ഇപ്പം ആലോചിക്കുന്നത്.